ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ കുറേ കുട്ടികൾ നിരന്തരമായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ് CGL പരീക്ഷ ആസ് പെർ ദ കലണ്ടർ. ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരം മെയ് ജൂൺ മാസങ്ങളിൽ പരീക്ഷ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാസങ്ങളിൽ പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലെന്ന് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഒഫീഷ്യലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴുള്ള കലണ്ടർ പ്രകാരം മെയ് ജൂൺ പ്രകാരം നടക്കും തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് നിഗമനങ്ങൾ, അതും ഒഫീഷ്യലായിട്ട് എവിടെയും വന്നതൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ 2018 മുതൽ ഈ ഒരു ഫീൽഡിലെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ശരിയാവാതിരിക്കുക കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നിഗമനത്തിൽ ഒരിക്കലും ഇനി മെയ് ജൂൺ മാസങ്ങളിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഏതൊരു എക്സാമിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും, നോട്ടിഫിക്കേഷൻ വന്ന് ഒരു മിനിമം 3 മാസം കഴിയാതെ ആ പരീക്ഷ നടക്കാറില്ല. അപ്പോൾ നമുക്ക് പറയുന്നത് മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറഞ്ഞ CGL. അപ്പോൾ മാർച്ച് 31 നമ്മൾ സൈറ്റിൽ കണ്ടെങ്കിലും മാർച്ച് 31 വന്നില്ല. ഇപ്പോൾ ഏപ്രിൽ 4-ാം തീയതി 5-ാം തീയതിയൊക്കെ. അപ്പോൾ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു മാസം എന്തുണ്ടാവും, ആ നോട്ടിഫിക്കേഷൻ പീരീഡ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഏപ്രിൽ 4 മുതൽ മെയ് 4 വരെയാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സമയം. അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് സ്ക്രൂട്ടിനി ചെയ്ത് ഇവർക്ക് കുട്ടികളൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇവരൊക്കെ പലതും റിജക്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് ഇവർക്ക് എല്ലാ എക്സാം സെൻറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് പരീക്ഷ നടത്താൻ മിനിമം ഞാൻ പറയുന്നത് മിനിമം ഒരു 3 months, അതായത് നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നത് അന്ന് മുതൽ മിനിമം 3 months പരീക്ഷ നടക്കാൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാർച്ചിൽ വന്നാൽ ഇപ്പോൾ മാർച്ചിൽ വന്നിരുന്നെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ CGL 2025 എക്സാമിൻ്റെ റിസൾട്ട് ഡിലേ ആണ്, നോട്ടിഫിക്കേഷൻ ഡിലേ ആണ്, അങ്ങനെ ഒരുപാട് ഡിലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ നടക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. കാരണം ഇനിയിപ്പോൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ മെയ് 4 വരെ നോട്ടിഫിക്കേഷൻ പീരീഡ് ഉണ്ടാവും. മെയ് ജൂൺ മിനിമം 2 മാസമെങ്കിലും എടുത്താലും ജൂൺ പരീക്ഷ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഒരാളുടെ സംശയം ഇനിയിപ്പോൾ CGL മാത്രം ഡിലേ ആയി ബാക്കിയെല്ലാം കറക്റ്റ് സമയത്ത് വരുമെന്നില്ല. അങ്ങനെയല്ല, എല്ലാം ഒന്നിച്ച് ഡിലേ ആവുകയാണ് ചെയ്യുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നങ്ങൾക്ക് അതിന് ശേഷം ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം CGL, പിന്നെ CHSL, പിന്നെ MTS. കാരണം ഈ CGL ക്ലിയർ ചെയ്ത ആളുകളുടെ ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും പോകുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ആദ്യം CGL പരീക്ഷ നടത്തിയിട്ട് പിന്നെ CHSL, പിന്നെ MTS. അങ്ങനെയാണ് കഴിഞ്ഞൊക്കെ നടന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഒരു 1-2 മാസത്തേക്ക്. വലിയ ഡിലേ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇല്ല കേട്ടോ, വലിയ ഡിലേ ഒന്നും ഉണ്ടാവില്ല. പല ആളുകൾ, പുതിയ ആളുകൾ ചിലപ്പോൾ അതൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കും. എല്ലാ വർഷം നടക്കുന്ന പരീക്ഷയാണ് SSC. ഈ വർഷം ഡിലേ ആക്കിയാണ്ട് അടുത്ത വർഷം കൊണ്ടേ നടത്താൻ പറ്റില്ല. കാരണം അടുത്ത വർഷം വേറെ പരീക്ഷയുണ്ട് കേട്ടോ. അടുത്ത വർഷം വീണ്ടും CGL വരുന്നുണ്ട്. അപ്പോൾ വലിയ ഡിലേ ഒന്നും ആവില്ല, മാക്സിമം 1-2 മാസം ഡിലേ. അപ്പോൾ 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ ഈ പറയുന്നത് കേട്ട് സങ്കടപ്പെടാനും സന്തോഷിക്കാനും നിൽക്കണം. സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പരീക്ഷ ഡിലേ ആയി അങ്ങനെയൊന്നുമില്ല. നിങ്ങളത് 2 മാസം കൂടെ എക്സ്ട്രാ കിട്ടി എന്നങ്ങ് വിചാരിച്ചാൽ മതി. 2 മാസം കൂടെ എക്സ്ട്രാ കിട്ടിയാൽ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു എഡ്ജ് കിട്ടും കേട്ടോ. വീണ്ടും അത് റിവൈസ് ചെയ്യാനും പഠിക്കാനൊക്കെ എഡ്ജ് കിട്ടും. ഇനിയോ സന്തോഷിക്കാനും നിൽക്കണ്ട, അയ്യോ 2 മാസം കൂടെ ഡിലേ ഉണ്ട്, ഇനി വെറുതെ കുറച്ച് ദിവസം ഇപ്പോൾ അല്ല സീരിയസ് ആയിട്ട് പോകുന്ന പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഡൗൺ ആക്കിയിട്ടോ, ഇനി 2 മാസം ഉണ്ടല്ലോ പരീക്ഷ നടക്കാം, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. സീരിയസ് ആയിട്ട് ഇനി 1 വർഷം കഴിഞ്ഞിട്ടാണ് പരീക്ഷയെങ്കിൽ പോലും നമ്മൾ ഇന്നും നാളെ പരീക്ഷ എങ്ങനെ നടക്കുന്ന ആ സീരിയസ്നെസ്സിൽ വേണം നമ്മൾ ഇന്ന് പഠിക്കാൻ. അപ്പോൾ ആ രീതിയിൽ പഠിക്കുന്ന ആൾക്ക് ഇത് കിട്ടുള്ളൂ. അല്ലാതെ പരീക്ഷ അടുക്കുന്ന സമയത്ത് ലാസ്റ്റ് 1 മാസം അല്ലെങ്കിൽ ഒരു 10-15 ദിവസം പോയിട്ട് ഒരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല ഇത് എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. ഒരു ഡിലേ ആവുന്ന പിന്നെ വലിയ ഡിലേ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു മാക്സിമം ഒരു 1-2-3 മാസം മാക്സിമം അതൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കട്ടോ. ഒരു ജൂലൈ ഓഗസ്റ്റിൽ എന്തായാലും പരീക്ഷ നടക്കും തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കി എന്ത് ചെയ്യുക, ആ പ്രിപ്പറേഷനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ വേറൊരു കാറ്റഗറി കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ്, ഒന്നും അറിയാതെ വരുന്ന ആളുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരാണ് ഈ കഴിഞ്ഞ ഡിഗ്രി, ഇപ്പോൾ നമുക്കറിയാം ഡിഗ്രി പരീക്ഷകൾ നടക്കുന്ന സമയമാണ് ഏപ്രിൽ മാസങ്ങളൊക്കെ. അപ്പോൾ ഈ മാസങ്ങൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയിപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു കുറച്ച് ദിവസം ഒന്ന് വെറുതെ വീട്ടിലിരിക്കാം എന്നൊക്കെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിയൊക്കെ വേണം, SSC എഴുതണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ 2 മാസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള ഒറ്റ ഓപ്പർച്യൂണിറ്റി 2027 നടക്കാൻ പോകുന്ന SSC പരീക്ഷകൾ മാത്രം. അതല്ല, നിങ്ങൾക്ക് 2026 നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ളത് 2026 നോക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള കലണ്ടർ പ്രകാരം മെയ് ജൂൺ മാസങ്ങളിലായിരുന്നു പരീക്ഷ. അപ്പോൾ നിങ്ങൾ ഏപ്രിലിൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ മെയ്യിൽ പരീക്ഷ എഴുതുക, 1 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ മെയ് ജൂൺ മാസങ്ങൾ നടക്കാൻ സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് നിങ്ങൾക്കും ഒരു നല്ലൊരു അറ്റംപ്റ്റ് ഈ വർഷം കൊടുക്കാം. എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വളരെ നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാനുള്ളൊരു അവസരം ഇപ്പം നിങ്ങൾ പഠിച്ചു, അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കാതെ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ 2026 തന്നെ പറ്റും കേട്ടോ. നിങ്ങളുടെ സ്വപ്ന ജോലി നേടാൻ വെറുതെ നിങ്ങൾ 1 വർഷം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഈ വർഷം തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പോൾ ആ 2 കാറ്റഗറി ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം പല ആളുകൾ സംശയമായി 1 വർഷം കൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബിഗിനറായിട്ട് വന്ന് ഫസ്റ്റ് ചാൻസിൽ തന്നെ എന്താ പറയുക, ഈ പ്രിലിംസോ ക്ലിയർ ചെയ്ത് മെയിൻസ് കുറച്ച് മാർക്കിന് ഔട്ടായ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ജസ്റ്റ് അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞാൽ തന്നെ വലിയൊരു കോൺഫിഡൻസ് നമുക്ക് വരും. അതായത് നമ്മൾ 2026 പരീക്ഷ എഴുതി നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്താൽ തന്നെ 2027 പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് വരും.
കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. എക്സാം ക്ലിയർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററും കൂടിയാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ ക്രാഷ് കോഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ജൂലൈ മാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രിപ്പറേഷൻ തുടങ്ങി, ഈ ജനുവരിയിൽ പരീക്ഷ നടന്നു, 342 മാർക്ക് മെയിൻസിനുണ്ട്, ഒരു ലെവൽ 7 പോസ്റ്റിന് കിട്ടാൻ. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് ഒരു ചെറിയൊരു എഡ്ജ്. അപ്പം അങ്ങനത്തെ കാറ്റഗറി ആളുകളുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നതിൽ പല കാറ്റഗറി ആളുകളുണ്ട്. ഒന്ന് ഇതുവരെ ഒന്നും കോമ്പറ്റേറ്റീവ് എക്സാമിനെ പറ്റി ഒരു ധാരണയൊന്നും ഇല്ലാത്ത, ഈ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ജിക്ക് ഒന്നും നോക്കാത്ത ആളുകളുണ്ടാവും. പക്ഷേ ചില ആളുകളുണ്ടാവും ഓൾറെഡി ജിക്കെ ഒക്കെ സെറ്റ് ആയിരിക്കും. കാരണം അവർ പണ്ട് ക്യൂസിനും മറ്റേത് അല്ലെങ്കിൽ ഇതുപോലെ പത്രമൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ഒരു ജനറൽ നോളജൊക്കെ ഉള്ള ആൾക്ക് ജിക്കെ കുറേയൊക്കെ സെറ്റ് ആയിരിക്കും. അപ്പോൾ അത് ചില ആൾക്ക് ഇംഗ്ലീഷ് സെറ്റ് ആയിരിക്കും. നമുക്കറിയാം മെയിൻസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പണ്ട് മുതലേ റീഡിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കാനും മറ്റേ എഴുതാനൊക്കെ കഴിവുള്ള ആൾ. അപ്പോൾ ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില ആൾക്ക് മാത്സിൽ അത്യാവശ്യം നല്ലൊരു എഡ്ജുള്ള ആളുകളുണ്ടാവും. മാത്സിൽ അത്യാവശ്യം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്ന ആൾ. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് മാത്സൊക്കെ ഒന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം മാത്സിന്. അപ്പോൾ അങ്ങനെ ഓൾറെഡി കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾ പലതിന് മുമ്പ് പല പരീക്ഷകളും PSC പോലത്തെ പരീക്ഷകൾക്കൊക്കെ ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്ത് ചെറിയൊരു എഡ്ജുള്ള ആൾക്ക് വേണമെങ്കിൽ ഈ വർഷം തന്നെ ക്ലിയർ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഈ വർഷം തന്നെ. കാരണം അങ്ങനെ ക്ലിയർ ചെയ്ത ആളെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 6 മാസം കൊണ്ട് അവർ CGL ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ, പക്ഷേ നിങ്ങൾ ഈ 2 മാസം വെറുതെ വീട്ടിലിരുന്നാൽ, അല്ലെങ്കിൽ 3 മാസം വെറുതെ വീട്ടിലിരുന്നാൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വർഷം നിങ്ങൾ ഇതിന് വേണ്ടി കളയേണ്ടി വരും. 2027 CGL പിന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി. JEE നടക്കുന്ന പോലെ വർഷത്തിൽ 2 പ്രാവശ്യം നടക്കില്ല, വർഷത്തിൽ 1 പ്രാവശ്യം നടക്കുകയുള്ളൂ. അപ്പോൾ 2027. അപ്പോൾ അതുവരെ നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കേണ്ട. നമ്മൾ 2 കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ക്ലിയർ ചെയ്യാം, ക്ലിയർ ചെയ്തില്ലെങ്കിലും നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ, നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ, ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇല്ല എന്ന് ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയിലൂടെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് കളയാതിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ പരീക്ഷ ഞാൻ പറയുന്ന പോലെ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നമുക്ക് വെബ്സൈറ്റ് വഴി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ അങ്ങനെ 100% എടുക്കണം. പക്ഷേ ഞാൻ പറഞ്ഞതിന് 99% ഇത് തന്നെ നടക്കാനാണ് സാധ്യത. കാരണം ഇനിയിപ്പോൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് മെയ് വരെ നോട്ടിഫിക്കേഷനും മെയ് അല്ലെങ്കിൽ ഒറ്റ മാസം കൊണ്ട് ജൂണിൽ പരീക്ഷ നടക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കേട്ടോ, ഇനിയിപ്പോൾ പരീക്ഷ ഒരുപാട് ഡിലേ ആകും, അതുകൊണ്ട് ഇപ്പോൾ പഠനം നിർത്തിയേക്കാമെന്ന് വിചാരിക്കരുത്. പരീക്ഷ നാളെയാണ് പരീക്ഷ എന്ന് വിചാരിച്ച് തന്നെ പഠിച്ചോളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് പരീക്ഷയെങ്കിലും നാളെയാണ് പരീക്ഷ എന്നുള്ള ലെവലിൽ വേണം നമ്മൾ ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് പറ്റിയിട്ടുള്ള പരീക്ഷയാണ് CGL. അല്ലാതെ മടിച്ച് നിന്ന് കുറച്ച് സമയം ഇതുപോലെ പരീക്ഷ ഡിലേ ആകുമ്പോഴേക്കും മെൻ്റലി ഡൗൺ ആയി, അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ വേസ്റ്റ് ആക്കി, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ സിനിമക്കും പോയി കറങ്ങി നടന്ന് അങ്ങനെ ഒരു പഠനവും പഠിക്കാതെ വെറുതെ പരീക്ഷ അടുത്ത് നിൽക്കുന്ന 2 ആഴ്ച കൊണ്ട് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ അല്ല ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ എൻ്റെ ഇതിൽ. കാരണം ഇതുവരെ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ട പരീക്ഷകളൊന്നും നോട്ടിഫിക്കേഷൻ വന്ന് 3 മാസം കഴിയാതെ പരീക്ഷ നടന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം CGL, ഇപ്പോൾ CHSL നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഈ മാസം നോട്ടിഫിക്കേഷൻ വരുന്ന പറഞ്ഞ്, അപ്പോൾ CGL ഡിലേ ആകുമ്പോൾ CHSL ഡിലേ ആവും, എല്ലാം ഡിലേ ആവും കേട്ടോ. ഓക്കെ. അതുപോലെ വെണ്ടർ മാറുമോ എന്ന് അന്വേഷിച്ചിരിക്കണ്ട. വെണ്ടർ ആരും ആയിക്കോട്ടെ കേട്ടോ, വെണ്ടർ ആരും ആയിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ വെണ്ടറെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കണം. TCS തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് നടത്തുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീം വരുമോ, ഇതിനെപ്പറ്റി വെറുതെ നിങ്ങൾ ബോധേഡാവേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല. പല ആൾക്ക് വെച്ചാൽ വെണ്ടർ മാറുമോ, വെണ്ടർ വീണ്ടും TCS ആയിട്ട് വരും, വന്നോട്ടെ, ഇനി വന്നില്ലെങ്കിൽ എന്താ, നമുക്കെന്താ പ്രശ്നം കേട്ടോ, വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നല്ലാതെ വലിയൊരു ഒരു മാറ്റമൊന്നും അങ്ങനെ വെണ്ടർ മാറിയാലൊന്നും വരില്ല. അപ്പോൾ വെണ്ടർ മാറുന്നപ്പോൾ 3 വെണ്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. 2017 അതിന് മുമ്പ് സിഫി എന്ന് പറഞ്ഞ ടീമായിരുന്നു, അതിനുശേഷം TCS വന്നു, ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് വന്നു. ഈ 3 ടീം വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ, ചില ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുന്നുണ്ടെന്നല്ലാതെ വലിയൊരു മാറ്റങ്ങൾ. അതായത് വെണ്ടർ മാറുമ്പോഴേക്കും പല ആളുകളുടെ വിചാരം സിലബസ് ഒക്കെ മാറിയെന്ന, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ SSന്റെ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് തന്നെ അവർ പരീക്ഷ നടത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നടത്തിയ എഡ്യൂക്കേറ്റിൻ്റെ പരീക്ഷ സെലക്ഷൻ പോസ്റ്റ്. അപ്പോൾ അവർക്ക് ആ ഒരു ഫസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫാകലും ഡിഗ്രി ലെവലിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം പിന്നെ ഒരുപാട് പരീക്ഷ നടന്നു. അവർക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും SSന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പർ പതുക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി വീണ്ടും പഴയ പോലെ തന്നെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് വെണ്ടർ ആരായിക്കോട്ടെ അതൊന്നും നോക്കി നിൽക്കണ്ട. നമുക്ക് ആരായാലും നമ്മൾ പരീക്ഷ എഴുതാം, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ നെഗറ്റീവ് കമൻറ്റുകളായിട്ട് ചുറ്റും ഒരുപാട് പേരുണ്ടാവും. അവരെന്ന് വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ സെൻട്രൽ ഗവൺമെൻറ് വേണമെന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ വേണം അവിടുത്തെ ജോലിക്ക്, നിങ്ങൾ അത്രയും വലിയ അങ്ങനെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ഒരു നിർബന്ധമില്ല. ആ ജോലി വേണം എന്നുള്ളത് നമുക്കാണ് നിർബന്ധം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയുന്നതും കേട്ടിട്ട് ഞാൻ ഇനി പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നഷ്ടം. വേറെ ആർക്കും ഗവൺമെൻറ്റിന് ഒരു നഷ്ടവും സംഭവിക്കാനില്ല, നമുക്കാണ് നഷ്ടം. അതുകൊണ്ട് ആ ജോലി നമുക്ക് വേണമെന്നില്ല. കാരണം ഇപ്പോൾ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷനൊക്കെ വരാൻ പോവാണ്. ഓക്കെ. വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു സാലറി ഹൈക്ക്, ഇപ്പോഴുള്ള ബേസിക് പേ ഒക്കെ മിനിമം 18 ഒരു 50 ഒക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും നമുക്കറിയില്ല കേട്ടോ. 50 അതായത് ഇൻഹാൻഡ് ഞാൻ പറയുന്നത്, ഇൻഹാൻഡ് 50 ഒക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളാം. ആ ജോലി നമുക്ക് വേണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. ആ രീതിയിൽ തന്നെ പഠിച്ചോളാം. നമ്മൾ ഇവർ ചെറിയ ഓരോ നെഗറ്റീവ് കമൻറ്റും മറ്റേത് അവിടെ ഓരോരുത്തർ പറയുന്നത് കേട്ട് നമ്മൾ ബാക്കിലോട്ട് പോയാൽ ഈ പറയുന്ന ആളുകൾ ചിലപ്പോൾ അത് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ടാവും. അത് കേട്ടിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സൈഡിൽ അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഡൗൺ ആയി മാറി നിൽക്കുന്നത്.
അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ടാക്ടിക്സും കൂടി ആയിരിക്കാം പരമാവധി കുട്ടികൾ അതിനോട് മാറ്റി നിർത്തും. അപ്പോൾ അതിലൊന്നും വിശ്വസിക്കാതിരിക്കുക. ബാക്കിയുള്ള നെഗറ്റീവ് കമൻ്റ് ഒക്കെ പോട്ടെ. പരീക്ഷകൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട്, കുട്ടികൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ക്ലിയർ ചെയ്യുന്ന കുട്ടികളൊന്നും അങ്ങനെ തട്ടിപ്പ് കാട്ടിയിട്ടൊന്നുമല്ല. നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയുന്ന ഒരുപാട് പേഴ്സണലി ആളുകളുണ്ട്, അവരൊന്നും തട്ടിപ്പ് കാട്ടിയിട്ട് ക്ലിയർ ചെയ്യുന്ന ആളുകളൊന്നുമല്ല കേട്ടോ. അവരൊക്കെ നമുക്കറിയുന്ന ആളുകൾ ചെറിയൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നതിന് വലിയ പർവ്വതീകരിച്ച് വലിയ പ്രശ്നമാക്കിയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നത്. ഈ ഒരു സ്റ്റേജിൽ നല്ല ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്നതാണ്. ചെറിയൊരു പ്രശ്നം കാണുമ്പോഴേക്കും നമ്മളെന്തോ വലിയ പ്രശ്നമാണെന്നുള്ളത് കാണിക്കും. അങ്ങനെയൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ക്ലിയർ ആവുന്ന കുട്ടികളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് കയറിയത് കേട്ടോ. അല്ലാതെ ആരും അങ്ങനെ തട്ടിപ്പ് കാട്ടിയിട്ടൊന്നുമല്ല. നമ്മുടെ കേരളത്തിനായാലും ഒരുപാട് കുട്ടികൾ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട്. എണ്ണം കുറവാണ്, അപ്പോൾ നമ്മൾ അവയർനെസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ക്ലിയർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ബാക്കിയുള്ളവർ കമ്പയർ ചെയ്ത് കുറവാണെങ്കിലും ഇഷ്ടംപോലെ കുട്ടികൾ ഇത് ക്ലിയർ ചെയ്ത് പല കുട്ടികളും പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിച്ചോളാം. പരീക്ഷ ഡിലേ ആവുന്നത് അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് മാറ്റി നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.